രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചാവേറുകളാകാൻ ഇനി ഈഴവ യുവാക്കളെ കിട്ടില്ലെന്ന് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തിരുവിതാംകൂർ ഈഴവ മഹാസമ്മേളനത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പരിശോധിക്കാൻ ശംഖുമുഖത്തെ പ്രധാന വേദിയിലെത്തിയതായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. രാഷ്ട്രീയ പാർട്ടികൾ തരാതരം പോലെ ഈഴവ യുവാക്കളെ തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. എന്നാൽ ഈഴവൻ അർഹിക്കുന്ന സ്ഥാനം ആരും നൽകിയിട്ടില്ല. ഇനി പോസ്റ്റർ ഒട്ടിക്കാനും കൊടി പിടിക്കാനും ഈഴവ യുവാക്കളെ കിട്ടില്ലെന്നും ഇതായിരിക്കും തിരുവിതാംകൂർ ഈഴവ മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന യുവജന സമ്മേളനത്തിലെ പ്രധാന പ്രഖ്യാപനമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗത്തിലുള്ള ചെറുപ്പക്കാരെ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിച്ചിട്ടുള്ളത് ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെയാണ്. അവരെ ഉപയോഗിക്കുകയും പക്ഷേ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള സഹായങ്ങൾ ചെയ്തു തരാത്ത ആളുകളാണ് എന്നുള്ളത് വളരെ വ്യക്തമായി മലബാർ സമ്മേളനത്തിനും അതുപോലെ എറണാകുളം സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ മുഴുവൻ ചെറുപ്പക്കാരും മനസ്സായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നാളുകളിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി മരിക്കുവാനും കൊല്ലുവാനുമുള്ള വിഭാഗമായി ഈ സമുദായത്തിലെ ചെറുപ്പക്കാരെ വിട്ടുകൊടുക്കില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഗമം നടത്തുന്നത്. ശംഖുമുഖത്ത് നടക്കുന്ന തിരുവിതാംകൂർ മഹാസമ്മേളന വേദിയുടെ അവസാനഘട്ട ഒരുക്കങ്ങൾ പരിശോധിക്കാനെത്തിയതായിരുന്നു തുഷാർ വെള്ളാപ്പള്ളി. 100 അടി നീളവും 60 അടി വീതിയുമുള്ള കൂറ്റൻ വേദിയാണ് ശംഖുമുഖത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വേദിക്ക് 10 അടി ഉയരമുണ്ടെങ്കിലും പ്രസംഗപീഠം വീണ്ടും ഒരു 2 അടി കൂടി പൊക്കത്തിലാണ്. കടപ്പുറത്ത് നിൽക്കുന്നവർക്ക് പ്രസംഗകനെ തടസ്സമില്ലാതെ കാണാനാണിത്. 1,60,000 വാട്ട് ശേഷിയുള്ള സൗണ്ട് സിസ്റ്റം എല്ലായിടത്തും വ്യക്തമായ ശബ്ദം എത്തിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്നു. വിവിധ യൂണിയനുകളെ പ്രതിനിധീകരിച്ചെത്തുന്ന 500 പേർക്കായിരിക്കും വേദിയിൽ ഇരിപ്പിടമൊരുക്കുക. കേരളത്തിലെ ഏതാണ്ട് എല്ലാ യൂണിയന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാർ, അതുപോലെ തന്നെ കൗൺസിൽ അംഗങ്ങൾ, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ, പിന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ഇത്രയും ഒരു സ്റ്റേജിൽ ഉണ്ടായിരിക്കും. 5 ലക്ഷത്തോളം പേർ അണിനിരക്കുന്ന ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ ശംഖുമുഖം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മേളനമായിരിക്കും ശംഖുമുഖത്ത് നടക്കുകയെന്ന് തുഷാർ വെള്ളാപ്പള്ളി ACV ന്യൂസിനോട് പറഞ്ഞു.